തരാം. 2, 3 ദിവസമായിട്ട് ഫ്രിഡ്ജിലൊരു വെള്ളരി ഇരിക്കുന്നത് കണ്ടു. അപ്പൊ അവന് ഇന്നൊരു മോചനം കൊടുത്താലോ എന്ന് തോന്നിട്ടോ. പച്ചരി ഉണ്ടാക്കിയാലോ വെള്ളരിക്ക വെച്ചിട്ട്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തില് ഞാനൊരു പച്ചടി കൂടെ ഉണ്ടാക്കിട്ടോ. അപ്പം അതിനിടയിൽ ഇശാന്റെ പണി കണ്ടോ. അവന് ഇതാണ് മെയിൻ പരിപാടി. വാഷിംഗ് മെഷീന് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് അവന്റെ ഈ ഒരു ചെയർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് നോക്കി നിൽക്കലാണ് അവന്റെ പരിപാടി. ഓക്കെ. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ അരിദോശയായിരുന്നു. അരിദോശയും ചട്നിയായിരുന്നു. അപ്പം ഞാൻ തേങ്ങ നമ്മുടെ പച്ചടിക്കും ഇതിനും കൂടെ ഒരുമിച്ചുള്ളത് ചിരകിയിട്ട് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ചട്നി ഉണ്ടാക്കാൻ സിമ്പിളാണ്. മുളക്, ഇഞ്ചി, ഉപ്പ് ഇതും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കടുകിട്ട് പൊട്ടിച്ചാൽ മതി. അതിനിടയിൽ ഇശാന് വിശന്നപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചടിക്കുള്ള പരിപാടി നോക്കി. വെള്ളരിക്ക അരിഞ്ഞ് വെച്ച് ഈ ചോപ്പറിലിട്ടിട്ട് 2 കറക്കം കറക്കിയാൽ സെറ്റ് നല്ല കുനുകുനാ അരിഞ്ഞ് വരും കേട്ടോ. നല്ല കേട്ടോ ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്ര പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങയുടെ പരിപാടിയാണ്. പച്ചമുളക് ഇതിൻ്റെ മെയിൻ ഐറ്റം ഇൻഗ്രീഡിയൻറ്റ്, പച്ചടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടുകും കൂടെ തേങ്ങ അരയ്ക്കുന്നതിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ സെറ്റാക്കുക. എന്നിട്ടൊന്നുമില്ല, നമ്മുടെ ഈ ഒരു വെള്ളരി വേവിച്ച് വെള്ളം ഉപ്പിട്ടിട്ട് വേവിച്ചതിലേക്ക് ഈ ഒരു തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചാൽ നമ്മുടെ കിടിലൻ പച്ചടി റെഡി ആയിട്ടോ. അതിൽ നല്ല നാടൻ കറിവേപ്പിലയും കൂടെ ഇട്ടാൽ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ വരും കേട്ടോ. അത് നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പില